പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോളവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 169 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് രക്ഷയുടെ ഭാവി കാല പഠനമാണ് നമ്മുടെ വിഷയം. ഇസ്രയേൽ ജനം യോർദാൻ കടന്ന് കനാനിൽ പ്രവേശിക്കുന്നത് രക്ഷയുടെ ഭാവികാല നിവൃത്തിയാണ്. അത് പുതിയ നിയമസഭയുടെ രക്ഷാപൂർണതയുടെ നിഴലായിട്ടാണ് നാം പഠിക്കേണ്ടത്. മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ സ്നാനം, പൊതുവായ രക്ഷ. പുതിയ നിയമസഭ കർത്താവിൻ്റെ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവർ. മരുഭൂയാത്രയിലൂടെ രക്ഷിക്കപ്പെടുന്നവരായി കനാനിൽ പ്രവേശിക്കുന്നത് രക്ഷാ പൂർത്തി പ്രാപിക്കുന്നതിനെ കാണിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒന്നാണ് നിയമപെട്ടകം. രക്ഷിക്കപ്പെടുന്നതിന് ദൈവത്തിൻ്റെ നിയമപേടകം വഴി കാണിക്കുന്നു. പുരോഹിതർ പെട്ടകം വഹിച്ച് യോർദാനിൽ നിൽക്കുകയും പിൻപറ്റുന്ന ജനം യോർദാൻ കടന്നു പോവുകയും ചെയ്യുന്നു. നിയമപേടകം പുതിയ ഇസ്രായേലായ സഭയുടെ സുവിശേഷമാണ്. രക്ഷിക്കപ്പെടും എന്ന ഉറപ്പ് വചനം നമുക്ക് തരുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 16:16, റോമർ 10:9-10 വാക്യങ്ങൾ, 10 അധ്യായം 13 വാക്യം, 5 അധ്യായം 10 വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 24:13 വാക്യം, അപ്പോസ്തല പ്രവർത്തികൾ 16:31 തുടങ്ങിയ വചനങ്ങൾ നൽകുന്നത് രക്ഷിക്കപ്പെടും എന്ന വാഗ്ദത്തമാണ്. ഇത് യോർദാൻ കടന്നതിന് ശേഷം പൂർത്തീകരിക്കപ്പെടുന്നു. യോർദാൻ എന്നത് മരണത്തെ, അതായത് ശരീരത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മരുഭൂമിയിൽ നിന്നുള്ള വേർപാടിനെ സൂചിപ്പിക്കുന്നതാണ് യോർദാൻ. മരണ യോർദാൻ എന്നത്രേ എല്ലാവരും അതിനെ വ്യാഖ്യാനിക്കുന്നു. തിരുവചനം വഹിച്ചിരിക്കുന്ന പുരോഹിതനെ പിൻപറ്റുന്നവർ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നവർ. പൗരോഹിത്യക്രമം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമാണ്. യോർദാൻ കടന്നവർ യെരിഹോ മതിലിങ്കൽ വരുന്നു. വൻമതിൽ. ഇതിനെ മറികടക്കുന്നവർ കനാനിലേക്ക് പ്രവേശിക്കുന്നു. ഈ മതിൽ ന്യായവിധിയുടെ നിഴലാണ്. മരണശേഷം വാങ്ങിപ്പ് കഴിഞ്ഞ് മനുഷ്യന് യെരിഹോ മതിൽ കടക്കണം. യോർദാന് ശേഷം ന്യായവിധിയുണ്ട് എന്നത് കാണിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം 9:27 വ്യക്തമാക്കുന്നു. എന്നാൽ ദൈവവചനത്തെയും പുരോഹിതനെയും പിൻപറ്റുന്നവർക്ക്, അതായത് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു. ശിക്ഷാവിധിയും ന്യായവിധിയും രണ്ട് കാര്യമാണ്. ന്യായവിധി സകലർക്കുമുണ്ട്, എന്നാൽ ക്രിസ്തുയേശുവിലുള്ളവർ ശിക്ഷാവിധി പ്രാപിക്കുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നില്ല എന്നത് നാം വിശ്വസിക്കുന്നു. ആത്മരക്ഷ കർത്താവിൻ്റെ നാളിലാണ് നാം പ്രാപിക്കുന്നത്. 1 കൊരിന്ത്യർ 5:5 ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നു. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും കർത്തൃനാളിലാണ് സംഭവിക്കുന്നത്. റോമർ 8:23-24 ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുന്നു. എന്താണ് നമ്മുടെ അവസ്ഥ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്ലീവായ രക്ഷിക്കപ്പെട്ടവരായ നാം, പൊതുരക്ഷ പ്രാപിച്ചവർ, രക്ഷിതാവിനായി കാത്തിരിക്കുന്നു. ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഈ കാത്തിരിക്കുന്നവരുടെ സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട്
രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് പാപമില്ല എന്നെല്ലാം വിശ്വസിക്കുന്നത് വചനവിരുദ്ധവും, രക്ഷിക്കപ്പെടുമെന്നും ആ രക്ഷിതാവിനായിട്ട് കാത്തിരിക്കണമെന്നതും ആണ് പുതിയ നിയമസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതും നാം പഠിക്കണം. റോമാലേഖനം 13:11 നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയത്. വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നല്ല. രക്ഷാപൂർത്തി, നിത്യരക്ഷ പ്രാപിക്കുന്നത് വിശ്വാസത്തിൻ്റെ അന്ത്യത്തിലാകുന്നു എന്നും പത്രോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 1:3-11 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുക. രക്ഷയെക്കുറിച്ച് വ്യക്തമായ 3 കൽപ്പനകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, രക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. 2, രക്ഷ അന്ത്യകാലത്ത് വെളിപ്പെടും എന്നുള്ളതാണ്. 3, വിശ്വാസത്തിൻ്റെ അന്ത്യമായി ആത്മരക്ഷ പ്രാപിക്കുമെന്നതാണ്. ഒരിക്കൽ ആ രക്ഷാപൂർണത പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം വിശ്വാസികളല്ല. നാം പ്രാപിച്ചത്, ആ പൂർണ്ണതയിലെത്തിയത് വിശ്വാസത്തിൻ്റെ അവസാനം കുറിക്കുകയാണ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടു ഇന്ന് അവകാശപ്പെടുന്നവരാരും വിശ്വാസത്തിലല്ല. വചനം അങ്ങനെയാണ് പറയുന്നത്. വിശ്വാസത്തിന് അവിടെ അന്ത്യം സംഭവിക്കണം. പിന്നെ അവർക്ക് പ്രത്യാശയും വേണ്ട, വിശ്വാസവും വേണ്ട. അതുകൊണ്ട് പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് ആളുകൾ ആരും വിശ്വാസികളോ പ്രത്യാശയിൽ ജീവിക്കുന്നവരോ അല്ല. പ്രത്യാശയിൽ ജീവിക്കുന്നവർ യേശുക്രിസ്തു രക്ഷിതാവിന് വേണ്ടി കാത്തിരിക്കുന്നവരും അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും രക്ഷയുടെ പൂർണ്ണതയും പ്രാപിക്കുന്നു. ഇതാണ് സത്യവചനം. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് മെസ്സേജ് ഇടുക, നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. ഇത്രയും എന്നെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.